ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനുമോസ്. ഞാൻ ഷെമീസ്. അപ്പം ഞാൻ വന്നത് നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായി അല്ലേ, ലെങ്ത് ഉള്ള കോഡ് സെറ്റ് വന്നു എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ എടുത്തു. അപ്പം അവർക്കുള്ള പാർസൽ എത്തി. അപ്പം ജസ്റ്റ് അതിൻ്റെ ഒരു ഓപ്പൺ പിക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഒന്നുമില്ല, എന്നാലും ഉള്ള എണ്ണം കളേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഓപ്പൺ വീഡിയോ കാണിച്ചിട്ടുള്ള ബുക്കിംഗ് എടുക്കലല്ല, മെയിൻ വരുന്നത് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് തന്നെയാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഫോട്ടോ വരും. സാധാരണ ഓൺലൈനിൽ നിങ്ങൾ എന്താണോ വാട്സപ്പിലൂടെ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്, എങ്ങനെയാണോ സാധനം വാങ്ങുന്നത്, അതുപോലെ തന്നെ ആ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഫോർവേഡ് ചെയ്യുക, അഡ്രസ്സ് തരും, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മളത് ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ പ്ലസ് യൂട്യൂബും കൂടി ആഡ് ആക്കിക്കൊണ്ടാണ്. കാരണം നമ്മുടെ എല്ലാ ഫോട്ടോ എല്ലാ സാധനത്തിൻ്റെയും ഓപ്പൺ വീഡിയോ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മൾ കാണിച്ചു തരും, നമ്മൾ പരിചയപ്പെടുത്തി, നമ്മൾ ക്ലോത്ത് എന്താണ്, ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണെന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടോ. അത് കൂടാതെ നമുക്ക് സെറ്റ് എടുക്കണമല്ലോ അല്ലേ. സെറ്റിൽ വരുന്ന ബാലൻസ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ആക്കിയിട്ടൊക്കെ കാണിച്ചു തരും. അപ്പം അതിൻ്റെ അർത്ഥം എല്ലാവരും തിരഞ്ഞതിൻ്റെ ബാക്കിയൊന്നുമല്ല കേട്ടോ. ചില ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഒരു ചിന്താഗതി ഉണ്ട്. അങ്ങനെയല്ല, ഒരു എക്സാമ്പിൾ പറയണത്, ഇതൊരു സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 6 ഒരേ കളർ ഒരേ സൈസ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഓർഡറെ കിട്ടിയിട്ടുള്ളെങ്കിൽ അത് 2 ബാലൻസ് കിട്ടുമെന്ന് പറഞ്ഞ് കാണിക്കും. ഇങ്ങനെയാണ് കേട്ടോ. അപ്പം കൂടുതൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഡെയിലി അല്ലെങ്കിലും ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ കളക്ഷൻസ് വരും. ഓൺലൈൻ ഗ്രൂപ്പ് അല്ല, അതായത് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് ഡെയിലി നിങ്ങൾക്ക് കളക്ഷൻ കാണിച്ചു തരാൻ പറ്റില്ല. ഹാൻഡ് സ്റ്റോക്ക് ഐറ്റംസ് ആണ്. അതുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ ഫോട്ടോ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതെന്തെങ്കിലും ഗ്രൂപ്പിലൊന്നും ഫോട്ടോ വരാത്തതൊന്നും ചിന്തിക്കേണ്ട. അപ്പോൾ കോഡ് സെറ്റ് ആണ്. നമ്മൾ കോഡ് സെറ്റ് മുമ്പ് ഇറക്കിയതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 44 ലെങ്ത് ഉണ്ട്. മുമ്പ് നമ്മൾ ഇറക്കിയ കോഡ് സെറ്റിന്റെ ലെങ്ത് 36 ആയിരുന്നു. ഇത് വന്നിട്ട് 44 ലെങ്ത് ഉണ്ട്. അത്യാവശ്യം ഡബിൾ എക്സൽ സൈസ് ആണെങ്കിൽ ഡബിൾ എക്സലിനേക്കാൾ ഒന്നും കൂടി ഒരു പൊടിക്ക് വീതി അവർ കൊടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് 23 വെച്ചിട്ട് 46ന്റെ അടുത്ത് വീതി ഇതിന് കൊടുത്തിട്ടുണ്ട്. നല്ല കയ്യിറക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കൈയിൻ്റെ ലാസ്റ്റ് നിങ്ങൾ കണ്ടില്ലൊരു നല്ല ക്ലോത്താണ് കേട്ടോ, ക്രഷിൻ്റെ ക്ലോത്താണ് ഇത് വരുന്നത്. ഇതൊരു വയലറ്റിൽ, നമ്മളെ വയലറ്റ് മുന്തിരി കളറാണോ, ഡാർക്ക് മുന്തിരിയാണോ. പിന്നെ ഈ ബട്ടണൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ പാൻറ്റിൻ്റെ ലെങ്ത്തും 39 ആണ് കേട്ടോ ഉള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രിൻ്റുകൾ ആദ്യം കാണാം. ഇത് വന്നിട്ട് ഒരു പ്രിൻ്റാണ് ഇത്. ഒരാളെടുത്തു, ഇതൊരാളെടുത്തു. ഇതൊരു 2 പീസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അംബ്രല ഫ്ലെയർ ആണ്. അവ ഒരുപാട് വിരിവില്ല, എന്നാലോ നമുക്കിത് ഇറുകി പിടിച്ചുകൊണ്ടുള്ള വട്ടത്തിലും അല്ല, അത്യാവശ്യം നല്ല ഫ്ലെയറൊക്കെ ആയിട്ട് നല്ല സ്റ്റിച്ചിങ് ആണ്. ക്യാമറ ഞാൻ തൊട്ടടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈവനിങ് ആയി, അപ്പോൾ വെളിച്ചം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് വിട്ടു നിന്നിട്ട് ഇതിൻ്റെ റിവ്യൂ വേണമെങ്കിൽ കാണിച്ചു തരാം. പ്രിൻ്റ് ആദ്യം കാണിച്ചു തരാം. പേൻ്റെ അടുത്ത് പോകാം. അപ്പം ഇത് ഒന്നാമത്തെ പ്രിൻ്റ് കേട്ടോ. നമ്മൾ ആദ്യം ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിരുന്നു, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ഒരു പ്രിന്റ്. ഇതിൽ എത്ര ഉണ്ടാവുന്ന പറഞ്ഞത്? 3 അല്ലേ ഞാൻ പറഞ്ഞത്? 2 ഞാൻ പറഞ്ഞത്. ആദ്യം ഒരു താത്ത 7 എടുത്തു, വേറെ ഒരു താത്ത 2 എടുത്തു, പിന്നെ ഒരു താത്ത എടുത്തു. 3 ഉണ്ടാവും കേട്ടോ. 3 ഉണ്ടാവും. 5 ആയിട്ട് ആർക്കോ എടുത്തിട്ടുണ്ട്. 3 ഉണ്ടാവും കേട്ടോ. വൈറ്റും വന്നിട്ട് 3 ഉണ്ടാവും. 3 ഉണ്ടാവും. നല്ല ക്ലോത്താണ്. റേറ്റ് പറഞ്ഞില്ല അല്ലേ. റേറ്റ് വന്നിട്ട് ഷിപ്പ് ചാർജ് അടക്കം 550 രൂപയാണ് നിങ്ങൾ ഇട്ട് തരണം കേട്ടോ. എൻ്റെ ക്ലോത്ത് വന്നിട്ട് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? ഡെൽറ്റ ക്രഷ് എന്ന് പറയും, അങ്ങനത്തെ ഒരു ഫാബ്രിക്കാണ് ഇത്. വൈറ്റ് ആണെങ്കിൽ നേലടിക്കൊന്നുമില്ല, കാരണം ഇങ്ങനെയാണ് ക്ലോത്ത് വരുന്നത്. നല്ല ക്ലോത്താണ്. ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. ലെങ്ത് ഉള്ള ടൈപ്പ് കോഡ് സെറ്റാണ്. നല്ല വൃത്തി കിടക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ മോളോട് പറയുന്നത് എല്ലാം ഓരോ പീസ് ഞാൻ എടുത്തേക്കാൻ പോകും. വീഡിയോ ഇടുമ്പോൾ ഡെയിലി ഓരോന്ന് മാറ്റിയിടാമല്ലോ. പിന്നെ വന്നിട്ട് ഈ കളർ കേട്ടോ. ഈ കളറും ഈ കളർ ഒരു 4 ബാലൻസ് ഉണ്ടാവും കേട്ടോ. ഈ കളർ ഒരു 4 ബാലൻസ് ഉണ്ടാവും.
വന്നിട്ട് നല്ലൊരു പിങ്ക് കളറാണ്. പിങ്ക് കളറ് 1 2 പിന്നെ ആരോരാൾ 1. പിങ്ക് കളർ 2 ഉണ്ടാവുള്ളൂ കേട്ടോ, 3 ഉണ്ടാവില്ല. നിങ്ങൾക്കൊന്ന് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക. നല്ല ഐറ്റംസ് ആണ്, അഫോർഡബിൾ പ്രൈസ് ആണ് താത്ത ഇടുന്നതൊക്കെ. നിങ്ങൾ ചിലപ്പോൾ ഓൺലൈനിൽ സെയിം പിക്ക് കണ്ടിട്ട് കമ്പയർ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കാനൊന്നും നിൽക്കേണ്ട. നല്ല ക്ലോത്ത് ആണ്. എനിക്കൊക്കെ നല്ല സുഖമായിട്ട് നിൽക്കേണ്ട. അന്നത്തെ പലാസോ ഇട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ബോർ പോലെ തോന്നിയിരുന്നു. ഇന്ന് വന്നാലേ ഈ പലാസോ ഇട്ടപ്പോൾ എനിക്ക് നല്ലൊരു എന്താ പറയുക കംഫർട്ടായി തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക. ഐറ്റംസ് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓപ്പൺ പിക്കിന് വേണ്ടി കാത്തു നിൽക്കുന്നവർക്കാണ് ഐറ്റംസ് കിട്ടാണ്ടായി പോകുന്നത്. ഇത് ലാവണ്ടർ പിങ്കോ? പിങ്ക് തന്നെയല്ലേ? പിങ്ക് ഒക്കെ ഓപ്പൺ ചെയ്യാട്ടോ. 44 ലെങ്ത് ആണ് അവർ പറഞ്ഞത്. 44 42 44 കേട്ടോ. ഓക്കെ, പിങ്ക് കളറ്. ഇത് ഇത്ര ആൾക്കാർ 2 ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ. മെറൂൺ അതുപോലെ തന്നെ 3 ആൾക്കാർക്കാണ്. ഇതെന്താ ഈ 3ന്റെ 2ന്റെ കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പീസ് എടുത്തത് ഒരു പച്ച ഒരാളും പിന്നെ ഒരു പിങ്ക് ഒരാൾ തന്നെ ഉള്ളൂ സിംഗിൾ പീസ് എടുത്ത്. ബാക്കിയെല്ലാം പിന്നെന്താ പറയുക 3 4 എന്നൊക്കെ പറഞ്ഞെടുത്തു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ 3 2 എന്നൊക്കെ പറഞ്ഞ് 7 കളർ വെച്ചിട്ട് ഒരാൾ എടുത്തു. പിന്നെ 2 മെറൂണ് 2 പിങ്ക് പിന്നെ ഏതൊരു കളറും കൂടി ഒരാൾ എടുത്തു. അങ്ങനെയൊക്കെ മെറൂൺ അടിപൊളിയായിട്ടാണ്. ഇതിൽ കാണുമ്പോൾ റെഡ് മെറൂൺ പോലെ ഉണ്ട് അല്ലേ? റെഡ് മെറൂണല്ല, മെറൂണിൻ്റെ മെറൂണാണ്. മെറൂണ് 3 ആൾക്കാർക്ക് ഉണ്ടാവും, ഉറപ്പാണ്. അത് ലൈറ്റ് ലാവണ്ടർ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവളോട് പറഞ്ഞേ അത് ലാവണ്ടറാണ്. അപ്പോൾ അവൾ എന്നോട് പിങ്ക് ആണ്. അപ്പോൾ എൻ്റെ പുന്നാര ബോയ്സ് ഇത് ലൈറ്റ് ലാവണ്ടറാണ്. ഞാൻ പെട്ട ഷോളിൽ ഇതായിരിക്കില്ല ഒന്നും കൂടി മേച്ചാവുക. പിങ്ക് വേറെ ഉണ്ട് കേട്ടോ, പിങ്ക് കളർ വേറെ ഉണ്ട്. ഓക്കെ, മെറൂൺ ഉണ്ടാവും കേട്ടോ. മെറൂൺ കണ്ടല്ലോ. ഞാൻ കാണിച്ചു. അത് വയലറ്റ്, അത് അത്യാവശ്യമുണ്ട്. ഇതങ്ങനെ ആരും എടുത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ട്. ഇതിനിപ്പോൾ എന്താ കുഴപ്പം? കളറിന് നല്ല രസമല്ലേ കളറ്? അതായത് ഫോട്ടോ കാണുമ്പോൾ ഇത് മടക്കി വെച്ച ഫോട്ടോ കാണുമ്പോൾ ചിലതിന് ഭംഗിക്കാരോ, മടക്കി വെച്ച ഫോട്ടോ ചിലത് ഭംഗി ഉണ്ടാവില്ല, പക്ഷെ അത് നിവൃത്തി കാണുമ്പോൾ അതിനേക്ക് ഏറ്റവും കൂടുതൽ ഭംഗി. അങ്ങനെയൊക്കെയാണ്. നല്ല നല്ല ക്ലോത്ത്. ഇതാണ് പിങ്ക് കേട്ടോ. അപ്പൊ പിങ്ക് കേട്ടാ. എത്ര കളേഴ്സ് കണ്ടപ്പോ ഒന്നെണ്ണിക്ക? മെറൂണ്, ബ്ലാക്കില് പ്രിന്റ്, വൈറ്റില് പ്രിന്റ് അത് തന്നെയല്ല കേട്ടോ. പ്ലെയിൻ കളർ വന്നിട്ട് പിങ്ക്, ഈ വയലറ്റ്, പിന്നെ ലാവണ്ടർ, മെറൂൺ. ഇനി ഒരു കളറും കൂടി ഉണ്ട്, ഇനി ഒരു കളറും കൂടി ഉണ്ട്. അങ്ങനെ പറ്റോ? പച്ച. ഇതൊറ്റ ഒന്നേ ഉള്ളൂ, ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരേ ഒരാൾക്ക് കിട്ടുള്ളൂ. വേണ്ടവർ പേയ്മെന്റ് ഇട്ടോളൂ. 550 രൂപ. എൻ്റെ നമ്പർ 8089971700. ഇത് കണ്ട പിങ്ക്. ഇതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഭയങ്കര ഭംഗി തോന്നിയിരുന്നു. പക്ഷെ എനിക്ക് നേരിൽ കണ്ടപ്പോൾ എന്തോ ഈ പച്ച ഇഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ അല്ലേ. പക്ഷെ മടക്കി വെച്ചാൽ ഏറ്റവും നല്ല ഭംഗിയായിട്ട് വന്നു ഇതേനു. അതാണ് എല്ലാ പീസും ഇതങ്ങോട്ട് പോയത്. ഇനി അഥവാ പെട്ടെന്ന് പിടിച്ചിട്ട് ഞാൻ വീഡിയോ ഇട്ട ഉടനെ വന്നിട്ട് എന്നോട് ഉണ്ടോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ വേണം എനിക്ക് ചിലപ്പോൾ കറക്റ്റ് കണക്ക് കിട്ടൂല. നിങ്ങൾ പേയ്മെന്റ് ഇട്ടുന്നോളി. കഥയുടെ ദേഷ്യം പിടിക്കരുത്, കാരണം ലാസ്റ്റ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇല്ല അറിയും. അപ്പോൾ നല്ലൊരു പച്ചയാണ്, ഒരു വെറൈറ്റി പച്ചയാണ്, ബോറില്ലാത്തൊരു പച്ച അല്ലേ. ഇതിപ്പോൾ വേണമെന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേർ ഇപ്പോൾ XXL ഉള്ള സൈസൊക്കെ ഇട്ടും പോകുന്നുണ്ട്. അങ്ങനെയുണ്ട് കേട്ടോ, ലൂസിലൊക്കെ ഇട്ട് പോകുന്നുണ്ട്. അപ്പൊ എത്ര കളർ കണ്ടോ? ഗ്രീൻ, പിന്നെ വന്നിട്ട് പിങ്ക്, ലൈറ്റ് ലാവൻഡർ കളർ, പിന്നെ മെറൂൺ, പിന്നെ ഇതാട്ടോ ഈ ഒരു കളറ്, പിന്നെ ബ്ലാക്ക്. ഇതിപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ ഈ കളർ കേട്ടോ.
അപ്പോൾ ഇത്രയും കളേഴ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീണ്ടും പറയുകയാണ്, ഗ്രൂപ്പിൽ ഓൾറെഡി എടുത്തിട്ട് ഞാൻ ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ഓൾറെഡി ഫോട്ടോ ഇട്ടിട്ട് അഡ്രസ്സൊക്കെ തന്നവരൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് അവരോട് ചോദിക്കാം, അവിടെ സാധനം ഉണ്ടാവുമായിരിക്കും. കിട്ടിയാൽ വാങ്ങാം, കിട്ടിയില്ലെങ്കിൽ റീഫണ്ട് ഇടാം. ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക. ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് ഇന്നത്തെ പാക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ റിപ്ലൈ കിട്ടും. ഈ പീസ് എത്ര ഉണ്ട്, ഈ പീസ് എത്ര ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എടുക്കാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്ത് നിൽക്കുക. ഒരുപാട് ഫോട്ടോസ് ഒന്നും വെറുപ്പിക്കൊന്നുമില്ല. പിന്നെ പറയാൻ ഓർഡർ എടുത്തവർ മസ്റ്റായിട്ട് കയ്യിൽ സാധനം കിട്ടുന്നത് വരെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പേഴ്സണലായിട്ട് ഇങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് റിപ്ലൈ കിട്ടിയെന്നില്ല, കാരണം ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കണ്ടേ. അപ്പോൾ ഗ്രൂപ്പിൽ കിട്ടിയവരുണ്ടോ, ഇത് കാക്കി, അങ്ങനെയൊക്കെ ചോദിച്ച് മാത്രം റിപ്ലൈ തന്നു കഴിഞ്ഞാൽ സമാധാനമാണല്ലോ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം ഉണ്ടാവും. അപ്പം നമുക്കിനി കാണാൻ പോകുന്നതേ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് കുറേ ആൾക്കാർ പറഞ്ഞു. ഞാൻ വെറുതെ സ്റ്റാറ്റസ് വെച്ചപ്പം മസ്ലിൻ്റെ കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി ചുരിദാർ മെറ്റീരിയലാണ് ഒരു കൊല്ലം മുന്നൊക്കെ ചെയ്തിരുന്നത്. പിന്നെ ഇപ്പം അങ്ങനെ നിർത്തിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിർത്താൻ കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് പുത്തൻ ആളുകൾ അങ്ങോട്ടേക്ക് മുമ്പിലേക്ക് വന്നു. അവർ കളിക്കുന്ന കളികളൊക്കെ വേറെയാ, അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മളൊക്കെ ബേക്കോട്ട് പോയി. അപ്പം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ നിർത്തിയതായിരുന്നു. അപ്പം കുറേ ആൾക്കാർ പറഞ്ഞു താത്ത മെറ്റീരിയൽ കൊണ്ടുപോകാം. അപ്പോൾ ഇന്ന് മുതൽ ഇൻഷാ അള്ളാ ന്യൂ ഇയർ അല്ലേ, 2025 ജനുവരി 1 ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ്, ഇനി മുതൽ നമ്മുടെ കയ്യിൽ ചുരിദാർ മെറ്റീരിയൽ ഉണ്ടാവും. റേറ്റ് കൂട്ടിയതും കുറഞ്ഞൊക്കെ ഉണ്ടാവും. ഇന്ന് കൊണ്ടുവന്നത് ഒരു പൊടിക്ക് റേറ്റ് ആയത്, വലിയ റേറ്റ് ഒന്നുമല്ല, എന്നാലും ഒരു 1500-ൻ്റെ ഉള്ളിൽ വരുന്ന മസ്ലിൻ്റെ ചുരിദാർ മെറ്റീരിയലാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്യാണ് വീണ്ടും ഞാൻ ചുരിദാർ മെറ്റീരിയലും ചുരിദാർ റെഡിമെയ്ഡ്സും ഒക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് വേണം. കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ, അതായത് ഇനി വേണമെങ്കിൽ നമുക്ക് ഇറക്കാം. മസ്ലിൻ്റെ ആണ്, റേറ്റ് കൂടിയതാണ് കേട്ടോ. റേറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ വലിയ റേറ്റ് അല്ല, 1470 രൂപ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് നീളം വീതി അങ്ങനെ കുറേ ആൾക്കാർ ചോദിച്ചിടങ്ങാറാക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ അത്യാവശ്യത്തിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ നേരമായിപ്പോയില്ലേ മോളെ, വെളിച്ചം കിട്ടുന്നില്ല, നോക്കിയൊക്കെ മോളെ, കിട്ടുന്നില്ലേ, കാണുന്നില്ലേ ഇതല്ലേ. നല്ല അടിപൊളി ഐറ്റാണ് ഗൈസ്. എൻ്റെ ക്യാമറയിൽ അത്രയ്ക്ക് അട്രാക്ഷൻ. ഇത് കൈയിൻ്റെ ഭാഗട്ടോ, സ്ലീവ് ആണ് വരിക, കണ്ടില്ലേ, സ്ലീവിൻ്റെ എൻഡിൽ ഇത് വരും. പിന്നെ വന്നിട്ട് ഫ്രണ്ട് പോർഷൻ കണ്ടില്ലേ നിങ്ങൾ, ഇതിൻ്റെ താഴെ ഭാഗത്താണ് വർക്ക് വരുന്നത്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി മസ്ലിൻ്റെ ആണ്, മസ്ലിൻ കോട്ടൺ ആണ്. നല്ലൊരു റയർ കളർ അല്ലേ, ഓഫ് വൈറ്റിലാണ് വരുന്നത്. ഓഫ് വൈറ്റ് എന്നുള്ളത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട ഫ്രണ്ടിൽ കണ്ട അതേപോലെ ആണ്, പക്ഷെ കുറച്ചും കൂടി വർക്ക് വരുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കേട്ടോ. ഇതിൻ്റെ ഷോള് കാണിച്ചു തരാം. സൂപ്പർ ഷോളാണ് മക്കളെ, നല്ല ഷോളാണ്, പാർട്ടി വെയറാണ് കേട്ടോ. ഷോൾ കണ്ടില്ലേ, നല്ല അടിപൊളി ഷാളാണ്. പാൻറ് വന്നിട്ട് ഇതാണ് കേട്ടോ. അപ് ടു 3XL വരെയുള്ള ആളുകൾക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം. കോട്ടൺ ആണ് ഇത്, നല്ല കോട്ടണിൽ വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ കളേഴ്സ് വന്നിട്ട് ഇതിലാണ് വരുന്നത്. ഇത് കണ്ടില്ല, ഇങ്ങനെയാണ് വരിക. നമുക്ക് അവർ ഫോട്ടോ തരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുക. ഇതിപ്പോൾ പൊളിച്ചാകെ പണിയാവും. കുറേ റീസെല്ലേഴ്സ് ഫോട്ടോ എടുത്ത് തരും താത്താ ചോദിക്കണ്ടേ, പക്ഷേ ഇങ്ങനത്തെ ഫോട്ടോയും കൊടുത്താൽ പറ്റില്ല. അവർക്ക് ഫുൾ അങ്ങനത്തെ രീതിയിലുള്ള സെറ്റപ്പ് ഒന്നും പോടില്ല. കണ്ടില്ലേ, നല്ല അടിപൊളി മസ്ലിൻ കോട്ടൺ ആണ് വരുന്നത്. മറ്റേതിൽ ഗ്രീൻ ഷെയ്ഡായിരുന്നെങ്കിൽ ഇത് വന്നിട്ട് റെഡിലാണ് വരുന്നത്.
ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു മോഡലാണ് കേട്ടോ. ഇതിൻ്റെ പ്രിന്റ് വരുന്ന ഇപ്പോഴത്തെ ഒരു മോഡലാണ്. ഇതാണ് താഴെ ഭാഗം, മറ്റേത് ഗ്രീന്. ഇത് അതേപോലത്തെ ഇത് ബാക്ക് ഭാഗമാണ് കേട്ടോ. ഈ രണ്ട് സൈഡും ഇങ്ങനൊരു വെറും കുഞ്ഞ് പ്രിന്റ്, നടുവിലൂടെയാണ് അതിൻ്റെ വർക്ക് വരുന്നത്. താഴെ ഭാഗത്ത് ഇങ്ങനെ, പിന്നെ ഇതിൻ്റെ കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൽ കൂടുതൽ വ്യക്തമായി പറയുമെങ്കിൽ താത്തക്ക് അറിയില്ല. ഇതാണ് കൈയിൻ്റെ ഭാഗം ഡിസൈന് വരുന്നത്. കൈയിന് ഈ ഡിസൈനാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് കേട്ടോ. അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. റെഡ് പാൻ്റാണ്. ദുപ്പട്ട കാണിച്ചു തരാം. അപ്പം ഗ്രീൻ കണ്ടു, പിന്നെ റെഡ്. ഓഹ് നല്ല കൊഞ്ഞ ഷോളാണ്. നിങ്ങൾ ഫോട്ടോ കമ്പയറിങ് നടത്തരുത് കേട്ടോ. നമുക്ക് സൂറത്തിൽ നിന്നൊക്കെയാണ് ഇതിൻ്റെ ഉറവിടം. അത് ഞാൻ എടുക്കുന്നത് എന്നല്ല പറഞ്ഞാൽ, ഇതിൻ്റെ ഉറവിടം സൂറത്തു നിന്നാണ്. അവിടെ നിന്ന് തന്നെ 2-3 ക്വാളിറ്റി വരുന്നുണ്ട്. പക്ഷെ പിക്കെല്ലാം സെയിം ആയിരിക്കും. അപ്പം അതുകൊണ്ടാണ് കാറ്റലോഗ് പിക്കിടാൻ എനിക്ക് മടി. കാറ്റലോഗ് പിക്കിടുമ്പോൾ ചില ആൾക്കാർ വേഗം കമ്പയർ ചെയ്യും. അതിനാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ വീഡിയോ ആയിട്ട് കൊടുക്കുന്നത്. 1470 രൂപ കേട്ടോ റേറ്റ്. ഷിപ്പിംഗ് ഫ്രീ ആണ്, അത് പറയാൻ വന്നു. ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ. ഷിപ്പിംഗ് അടക്കമാണ് ഈ റേറ്റ് പറയുന്നത്. നല്ല കൊഞ്ഞ ഒരു ക്ലോത്താണ്. ഇനി വന്നിട്ട് കാണിക്കണോ? കണ്ടില്ലേ, ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. എല്ലാം പൊട്ടിക്കുന്നില്ല അല്ലേ? പൊട്ടിക്കണോ? ജസ്റ്റ് കവറിന്ന് എടുത്ത് കാണിച്ചു തരാം. ഷോളും കാണിച്ചു തരാം. കാരണം പിന്നീട് ഇത് മടക്കിയൊക്കെ കുറച്ച് പടിയാണ് ജസ്റ്റ്. പക്ഷെ ഇത് രസമുള്ളൊരു മടക്കി അതറിഞ്ഞത്. ചിലത് നിവർത്തുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാം. കണ്ടില്ലേ, ഈ ഒരു വർക്ക് വരും. നേരത്തെ കാണിച്ച പോലെ താഴെ ഒരു വർക്ക് വരും. പിന്നെ സൈഡിലൊക്കെ കണ്ടില്ലേ. അതിൻ്റെ ദുപ്പട്ട കാണിച്ചു തരാം. പാക്കിങ്ങിലാണ് കേട്ടോ. ഇപ്പോഴും ആൾക്കാർക്ക് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ്. അപ്പം ഇത് അടിപൊളി മക്കളെ, അടിപൊളി. എനിക്കിത് ഫോട്ടോ നിവർത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത്. അടിപൊളി മസ്ലിൻ ദുപ്പട്ടയാണ്. ഇതാണ് ഒറിജിനൽ ദുപ്പട്ട മസ്ലിൻ്റെ. ഇത് മസ്ലിൻ എന്നും പറഞ്ഞിട്ട് വരുന്നതും കിട്ടുന്നതൊക്കെ വേറെ ആയിരിക്കും. അത് അപ്പോഴേ അവരോട് ചോദിച്ചതാണ്. ഞാൻ വീണ്ടും തുടങ്ങുകയാണ്. എനിക്ക് സെക്കൻഡ് ക്വാളിറ്റി വേണ്ട എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് 3ാമത്തെ കളർ കേട്ടോ. നേരത്തെ കണ്ട കളർ തന്നെയല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഡിസൈൻ അത്രയും വ്യത്യാസമുണ്ടോ? ജസ്റ്റ് ഓപ്പൺ കാണിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലായില്ല. മോള് പോവുകയും ചെയ്തു. റെഡ് തന്നെയാണ്. ഇത് 2 സെയിം ആണോ സാധനം? റെഡാണല്ലോ നമ്മൾ നേരത്തെ കാണിച്ചത്. തോന്നി 2 ഒന്നാണെന്ന്. അത് അവരോട് വെച്ച മാറിപ്പോയത്. 4 കളറാണ് ഉണ്ടാവുക. കുഴപ്പമില്ല, കിടക്കട്ടെ അല്ലേ? അത് അക്കിൽ വേണമെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ചോപ്പ് കണ്ട് ഇഷ്ടപ്പെടാത്തൊരു കുറവായിരിക്കും. അപ്പോൾ സെയിം ആണ്. 4 കളറാണ് ഉണ്ടാവേണ്ടത്. 4 കളറാണ് ഞാൻ സെലക്ട് ചെയ്തതും. താത്താൻ്റെ ഒരു സാധാ ഫോണാണ് കേട്ടോ. അട്രാക്ഷൻ വരുന്ന ഇതൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഓൺലൈൻ നിർത്താൻ കാരണം നല്ല ക്യാമറമാനൊക്കെ വെച്ച് 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനൊക്കെ സുഹൃത്തിന് സാധനം ഇറക്കി അങ്ങനെയൊക്കെ ചെയ്യുന്നവരിലെ കൂടെ എല്ലാവരും ഇപ്പോൾ ക്യാമറ അട്രാക്ഷന് പുറമെയാണ് എല്ലാവരും പോണത്. ക്വാളിറ്റി ഒന്നും ആർക്കും വേണ്ട. അടിപൊളി ഐറ്റമാണ്. നേരത്തെ കണ്ട സാധനം തന്നെയല്ലേ ആയിരിക്കാം. അപ്പോൾ ഈ 4 കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് റീസ്റ്റോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേണമെന്നുള്ളവർ 1470 രൂപ പേയ്മെൻറ്റ് ചെയ്തോളി. 8089971700 കേട്ടോ. ഇനിയും വന്നിട്ട് മസ്ലിൻ തന്നെയാണ്. ഒരു പൊടിക്കും കൂടി ഡിഫറെൻ്റ് ആയ ഐറ്റമാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒക്കെ പാർട്ടി വെയർ ആണ് കേട്ടോ. മസ്ലിൻ കോട്ടൺ പാർട്ടി വെയർ ആണ്. ഇത് നിങ്ങൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 12,000 റുപ്യേൻ്റെ അടുത്ത് റേറ്റ് തന്നെയാണെങ്കിൽ ആവും. പക്ഷെ ഒരു പൊതുവായ റേറ്റ് വെച്ച് ഞാൻ പറയട്ടെ, നല്ല റേറ്റ് കടകളിലൊക്കെ കൊടുക്കേണ്ടി വരും. എന്തിനാണ് 2000 2300 വേണ്ടി വരും. കാരണം ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണ്. അതിന് മാത്രം മാർജിനൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ റേറ്റ് കുറവിൽ കാണിച്ചു തരുന്ന ആൾക്കാരോട് താഴെ തരുന്ന പോലെ ഓപ്പൺ വീഡിയോ തരാൻ പറയണം. അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ എനിക്ക്
ഹോൾസെയിൽ എപ്പോഴെങ്കിലുമൊക്കെ അതേപോലെ ഡ്രസ്സ് ചെയ്യുന്നവരെന്താക്കുന്ന അറിയാം, ഹോൾസെയിൽ ഗ്രൂപ്പ് പോയിട്ട് ആഡാവും. അവർ 4 എണ്ണത്തിന് ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഇതിനിപ്പോൾ ഒരു 1200 ഹോൾസെയില്. അപ്പോൾ 1200 ഹോൾസെയിൽ ഇട്ടിട്ടുണ്ടാവും. ഇവർ നേരെ ഗ്രൂപ്പിലേക്ക് 1250 വെച്ചുകൊണ്ട് കൊടുക്കും. ആൾക്കാരിത് വാങ്ങുന്നില്ല, കാണുമ്പോൾ 1250. ഇവരെന്താ വിചാരിക്കുന്നത്, 4 പീസ് പോയി കഴിഞ്ഞാൽ 50 രൂപ വെച്ച് 4 200 കിട്ടുമല്ലോ. പക്ഷെ പോയിട്ടില്ലെങ്കിലും ഇവരോട് വെച്ച് സോൾഡ് ഔട്ടാണ് സാധനം എന്നും പറയും. അങ്ങനത്തെ കുറച്ച് ടീമുകളുണ്ട്. അവരോട് പറയുന്ന സാധനം ഇതേപോലെ ഓപ്പൺ പിക്ക് കാണിച്ചു തരാൻ. അപ്പോഴാണ് അതിൻ്റെ ഇത് അറിയുള്ളൂ. കിട്ടുമ്പോൾ അവരെടുത്ത് തരും. അടിപൊളിയിലത്തെ ഫങ്ഷൻ ഡ്രസ്സാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ലിൻ സിൽക്കിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് പെട്ടെന്നൊരു ഡെയിലി യൂസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മീൻസ് വീട്ടിലിടാനും നല്ല ഉദ്ദേശിച്ചത്. കാരണം ആർഭാടമായിട്ട് വർക്ക് വരുന്നില്ല. എന്നാലോ ഇതിൻ്റെ ബാക്ക് ഭാഗം കാണിച്ചു തരണോ? ഒന്നിൻ്റെ ബാക്ക് ഭാഗം കാണിച്ചു തരാം. നമ്മളത് പിടിക്ക്. ഇതാണ് അതിൻ്റെ പാൻറ് ക്ലോത്ത് വരുന്നത്. ഉണ്ടല്ലോ, നല്ല കോട്ടണിലാണ് വരുന്നത്. മസ്ലിൻ കോട്ടൺ തന്നെയാണ് പാൻറ്റും വരുന്നത്. ബാക്ക് ഭാഗം ഇത് അടിയിലെ ഡിസൈൻ ആയിരിക്കും. ഇത് മേൽഭാഗം. ഇത് കൈയിൻ്റെ പോർഷനാണ് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇനി അടുത്ത കളറാണോ? അടിപൊളി കളർ കേട്ടോ. എന്നും വീഡിയോ എടുക്കുമ്പോൾ ഈ നേരമായിപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ കാണിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ഉള്ളത് അല്ലേ? ഇത് ക്ലാരിറ്റി കൂട്ടാൻ പറ്റുമ്പോൾ ഇനി നോക്കിയിട്ട് രണ്ടോട്ടൊക്കെ ആക്കുന്നുണ്ടമ്മ. എന്നാലും അതിൻ്റെ ഒരു ഭംഗി എനിക്ക് തോന്നുന്നില്ല ഇതിൽ കാണിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഡിസൈന് കണ്ടോ നിങ്ങൾ? നല്ല റൈറ്റാണ്. ഞാൻ ഫുൾ ഓപ്പൺ ആക്കണില്ല. ഈ ഒരു പ്രിൻ്റാണ് വരുന്നത്. പിന്നെ നേരത്തെ കാണിച്ച പോലെ താഴെ വേറെ വർക്ക്, കൈമിൽ അങ്ങനെയൊക്കെ കേട്ടോ. നല്ലൊരു കളറാണ്. ഷോള് വന്നിട്ട് പെയിൻറ് സെയിം കളറാണ് വരുന്നത്. കണ്ടില്ലേ, അടിപൊളി ഐറ്റാണ്. ഇനി വന്നിട്ട് പിന്നെ എന്താ പിങ്കിലാണ്. ഇതെല്ലാം കാണുമ്പോൾ തയ്ച്ചിടാൻ തോന്നുന്നുണ്ട്. ഉണ്ടല്ലോ, ഈ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത്. മറ്റൊക്കെ ഞാൻ നേരത്തെ ഓപ്പൺ ആക്കിയതുപോലെ തന്നെ ബാക്കിയെല്ലാം ഇതേ വർക്ക് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് പിങ്കിലാണ്. മസ്ലിൻ കോട്ടൺ ആണ് കേട്ടോ. നല്ല അതും ഫസ്റ്റ് ക്വാളിറ്റിയിലായിട്ടാണ് കേട്ടോ. ലോക്കലല്ല, മസ്ലിൻ കോട്ടൺ എന്ന് പറഞ്ഞാൽ മസ്ലിൻ കോട്ടൺ തന്നെയാണ്. ഇതിന്റെ ഷോളാണ്. ഷോളാണ് പൊളി ഷോള്. ഞാൻ വീണ്ടും പറയണത്, നോർമൽ ക്യാമറയിൽ ഞാൻ തന്നെ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. പക്ഷെ അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റാത്തതിൽ സങ്കടമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സെറ്റൊക്കെ സൂപ്പർ സെറ്റാക്കി വാങ്ങണം. എന്നാൽ നിങ്ങളെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് അസാധ്യ ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ക്ലിയർ കുഴപ്പമില്ലല്ലോ മോളെ, കാണുന്നൊക്കെ അല്ലേ? കണ്ടില്ലേ ഉൾഭാഗം? ഇനി വേറെ കളറ്, നല്ലൊരു ലൈറ്റ് വയലറ്റ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ലൊരു ലൈറ്റ് വയലറ്റ് ആണ് മസ്ലിൻ കോട്ടണിൽ വരുന്നത്. ഇതിൻ്റെ ഷോള് വന്നിട്ട് ഇതിൽ കൂടുതൽ ഓപ്പൺ ആക്കിയാലേ പിന്നെ നമുക്കിത് പിടിച്ചെടുത്ത് കിട്ടില്ല. അതിനൊരു കുഴപ്പമുണ്ട്. അതാണ് സംഭവം. ഇത് താഴത്തെ വർക്കാണ് കേട്ടോ. വാവ്,
സത്യം പോലെ ഷോള് നിർത്തിയപ്പോൾ എനിക്കിത് ഇഷ്ടമായിരുന്നു. അടിപൊളി ഐറ്റാണ്. ലൈറ്റ് വയലറ്റ് കേട്ടോ. ഇതൊക്കെ നല്ല അട്രാക്ഷൻ ഉണ്ട് കേട്ടോ. അത് എൻ്റെ ക്യാമറയിൽ അട്രാക്ഷൻ ഇല്ലായിട്ടാണ്. നല്ല അട്രാക്ഷൻ വരുന്നുണ്ട്. പാർട്ടി വെയർ പാർട്ടി വെയർ തന്നെയാണ് കേട്ടോ. അത് സാധനം വന്നിട്ട് പാർട്ടി വെയർ ആണ്. 1470 രൂപ ഷിപ്പിംഗ് ചാർജ് അടക്കം നിങ്ങൾക്ക് വരുന്നുള്ളൂ. അപ്പം കണ്ടല്ലോ. ഇനി വന്നിട്ട് ഒരു കാര്യം കൂടി കാണിച്ചു തരണ്ട. അത് ഏകദേശം തീർന്നു ഗ്രൂപ്പിലിട്ടപ്പോൾ തന്നെ. എന്നാൽ ഒരു 3 പീസ് സെറ്റ് ഉണ്ട്. പീസിന്റെ ഫോട്ടോ ഞാൻ ഗ്രൂപ്പിലിട്ട് തരാം. ഏതൊക്കെയാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ വെയർ ഞാൻ എല്ലാം ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല. പക്ഷെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ബാലൻസ് കളർ ഏതൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാം. കോട്ടൺ ആയിരുന്നു ഇറക്കിയത്. 3XL ആയിരുന്നു. 44 ലെങ്ത് ആണ് ഇത് വന്നത്. 44 അല്ലേ നമ്മൾ നേരത്തെ നോക്കിയപ്പോ ഉണ്ടായത്. നല്ല കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ ആണ്. അപ്പൊ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഇങ്ങനത്തെ കളക്ഷൻസ് കാണാം. ഇതിൽ അവൈലബിൾ ആയ കളേഴ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏതൊക്കെ എല്ലാം കൂടി ഓപ്പൺ ആക്കാൻ വയ്യ. ഇത് ഷിപ്പിംഗ് ചാർജ് അടക്കം 670 രൂപയാണ് വരുന്നത്. നല്ല പക്ക കോട്ടൺ ആണ്. ഡെയിലി യൂസ് ഐറ്റാണ് കേട്ടോ. നല്ല വലുപ്പമുള്ള ഷോളാണ്. വലുപ്പം വീതിയൊക്കെ ഉള്ള ഷോളാണ്. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഇതിൻ്റെയൊക്കെ മോഡൽ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് ഇതിന് അത്രയല്ലുള്ളൂ ഇത്രയല്ലുള്ളൂ എന്നൊന്ന് പറഞ്ഞ് പിക്ക് മോഡൽ പിക്കും റേറ്റ് 3-4 റേറ്റിന് ഐറ്റംസുമാണ് മാർക്കറ്റിലുള്ളത്. അതറിയാത്തവർ സംസാരിക്കാൻ വരരുത്. കോട്ടൺ ആണെങ്കിലും ലോക്കലും ഒക്കെ ഉണ്ട്. ഓക്കെ. പിന്നെ 670 രൂപയാണ് ഷിപ്പിംഗ് ചാർജ് അടക്കം എനിക്ക് വേണ്ടത്. ഇത് സോൾഡ് ഔട്ട് ആയതാണ്, എനിക്ക് ഉറപ്പാണ്. ഇത് സോൾഡ് ഔട്ട് ആയിട്ടില്ല. അതുകൊണ്ട് ഇത് കാണിച്ചു തരാം. ഇല്ലാന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഗ്രൂപ്പിൽ നിന്നാൽ മതി. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കളക്ഷൻസിന്റെ ഫോട്ടോ വരും. നിങ്ങൾ ക്ലോത്ത് കാണാൻ വേണ്ടി ഓപ്പൺ ഫോട്ടോ തന്നെ കിട്ടാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്യാൻ മതി. കാരണം ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് കാണും. നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്ലോത്ത് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അഥവാ ആരുടെങ്കിലും കളറിലേക്ക് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. കാരണം ഡ്രസ്സ് ആകുമ്പോൾ ചിലതൊക്കെ അങ്ങനെയൊക്കെ പറ്റിപ്പോവും. ചിലത് കേട്ടോ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട്. നിങ്ങൾ കാരം കൂടിയ ലിക്വിഡ് അല്ലെ കാരം കൂടിയ സോപ്പും പൊടിയിലൊന്നും ഫസ്റ്റ് ഒരു ക്ലോത്തും നിങ്ങൾ ഉപയോഗിക്കാതെ വെക്കുക. നല്ല ഷോളാണ്. പ്രീ ബുക്കിങ്ങിന് ചിലപ്പോൾ കിട്ടുന്ന സാധനം തന്നെയാണ് കേട്ടോ ഇത്. അപ്പം അതുകൊണ്ട് അതുപോലെ സൈസ് പ്രീ ബുക്കിങ്ങിൽ ഇത് കിട്ടുന്ന സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ പേയ്മെന്റ് ഇട്ട് ബുക്കിങ്ങിൽ നിന്നോ കുഴപ്പമില്ല. പൊട്ടിച്ചാൽ ശരിയാവില്ല. കാരണം ആരൊക്കെ ഇത് ഓർഡർ കിട്ടാത്ത തോന്നുന്നു. ഇപ്പം നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക. ഗ്രൂപ്പിൽ കറക്റ്റ് പറയും ഞാൻ ഏതൊക്കെ പീസ് ഉണ്ട് എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഹാപ്പി ന്യൂ ഇയർ ആദ്യം പറഞ്ഞിരിക്കുന്നോ എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഹാപ്പി ന്യൂ ഇയർ. പറയാ എന്താ ഹാപ്പി ന്യൂ ഇയർ താത്ത. രാവിലെ എണീച്ച് ദോശ ഉണ്ടാക്കി ചട്ടിനി ഉണ്ടാക്കി പാത്രം കേക്കി മീൻകൂട്ടാൻ വെച്ച് ചോറ് വെച്ച് തിരുമ്പി കുളിച്ച് അല്ലേ നിസ്കരിച്ച് തുടച്ച് എന്താ ഹാപ്പി ന്യൂ ഇയർ. കെട്ടിയോന്റെ പറയുക ഇതും കേട്ട് കെട്ടിയോന്റെ ബേക്കിലും നടന്ന് കുട്ടികളെ നോക്കി നമുക്ക് എന്താ ഹാപ്പി ന്യൂ ഇയർന്ന്. ഹാപ്പി ന്യൂ ഇയർ എന്നങ്ങോട്ട് മനസ്സിലാണ് വിചാരിച്ചു നമ്മളിന്ന് ഹാപ്പിയാണല്ലോ. അപ്പൊ എന്താ പറയാ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എന്താ പറയുക ഒരു പോസിറ്റീവായിട്ട് നമ്മളങ്ങോട്ട് ചിന്തിക്കുക. നെഗറ്റീവായി നിൽക്കാതെ നിൽക്കുക. നമ്മളെക്കാൾ താഴെയുള്ളവരൊന്ന് ചിന്തിച്ചാൽ മതി. അത്രയുള്ള കാര്യങ്ങൾ. നമുക്ക് എത്ര ആൾക്കാരുണ്ട് ഭക്ഷണം കിട്ടാതെ തെരുവില് വീടില്ലാണ്ടൊക്കെ ഉണ്ടല്ലോ. ഓരോരുത്തർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം അള്ളാഹു കൊടുത്തിട്ടുണ്ടാവും. പുറമെ കാണുന്നൊന്നാവില്ല ഓരോരുത്തരുടെ ജീവിതം. എന്തെങ്കിലും നല്ലൊരു പൈസക്കാർക്ക് വരെ ചിലപ്പോൾ വേണമെങ്കിൽ പൈസക്കാര് എന്ന് പറയാം ഇന്നത്തെ കാലത്ത് ഒരുവിധ ആൾക്കാർ വിചാരം പൈസയാണ് സമാധാനം. ഒരിക്കലും അല്ല. അവരുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പം ഉണ്ടാവും. ഇല്ലാതൊക്കെ ആരല്ലോ അങ്ങനെയല്ല പറയണത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ അതെന്നെ ആലോചിച്ച് നിൽക്കട്ടെ. സ്വയം പോസിറ്റീവ് ആവുക. സ്വയം സന്തോഷം കണ്ടെത്തുക. ഞാൻ ഹാപ്പിയാണ് അൽഹംദുലില്ലാ. എനിക്ക് കൈ തന്നിട്ടുണ്ട്, കാല് തന്നിട്ടുണ്ട്, കണ്ണ് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുക. സംസാരിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട് എന്നൊക്കെ അങ്ങോട്ട് ചിന്തിക്കുക. ഇനി അഥവാ അതിന് വല്ല കുറവുള്ള ആൾക്കാരാണെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് പോസിറ്റീവായിട്ട് പഠിച്ചവൻ കൊടുത്തിട്ടുണ്ടാവും. എല്ലാം പഠിച്ചോ നെഗറ്റീവ് ആക്കാൻ ചാൻസ് ഒന്നുമില്ല.
അപ്പം അതുകൊണ്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ തന്നെയാണ് എല്ലാവർക്കും. പിന്നെ പുതുവർഷം നല്ലൊരു ദിവസം തുടങ്ങി. ഇനി അങ്ങോട്ടേക്ക് നല്ലതാവട്ടെ എല്ലാവർക്കും, എനിക്കും നല്ലതാവട്ടെ, ദുആ ചെയ്യാം. ഇന്ന് മുതൽ നമ്മൾ വീണ്ടും എന്ത് തുടങ്ങി, മെറ്റീരിയൽസ് തുടങ്ങിയിട്ടുണ്ട്. നെറ്റി വന്നിട്ടുണ്ട് കേട്ടോ, നെറ്റി പാക്കിങ്ങിലാണ്. നാളെ പുതിയ പ്രിന്റും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക, നമുക്ക് കാണാൻ പറ്റും. ഒരു നെറ്റി കാണിച്ചു കൊടുക്കണം അവർക്ക്. ചിലപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിലോ നമ്മളൊരു ബ്ലൂ നെറ്റ് എടുത്തുകൊണ്ടെന്നോ, അഥവാ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു പീസ് കാണിച്ചു തരാം. അതെന്തായാലും ഉണ്ട്, അതുകൊണ്ട് ആ പീസ് ഞാൻ കാണിച്ചു തരാം. കാരണം അത് സെറ്റ് എടുക്കുമ്പോൾ ബ്ലാക്ക് നേവി ബ്ലൂ വരും. ബ്ലാക്കിനാണ് പകുതി മുക്കാൽ ആൾക്കാരുടെ അടി. അപ്പോൾ അതുകൊണ്ട് നേവി ബ്ലൂ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനാണ്. 600 രൂപയാണ് ഷിപ്പ് ചാർജ് അടക്കം നമുക്ക് ഈ നെറ്റിക്ക് വരുന്നത്. ഇമ്പോർട്ടഡ് റയോൺ വിത്ത് ദുപ്പട്ട വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. ധനലക്ഷ്മി ബ്രാൻഡാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഐറ്റം തന്നെയാണ്. ഇപ്പം ഇതാണ് നമ്മുടെ നെറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഉടനെ ചിലപ്പോൾ പിക്ക് കിട്ടിയെന്ന് വരില്ല. അവൈലബിൾ ആയതല്ല നമുക്ക് ഇടാൻ പറ്റില്ല, അവർ പ്രിന്റ് തരണ്ടേ. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് റയോൺ ആണ് ഗൈസ്. പിന്നെ വന്നിട്ട് അതിൻ്റെ ഷോള് വരും. ഇതിനാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് അടക്കം, കൊറിയർ ചാർജ് അടക്കം 600 രൂപക്ക് നമ്മൾ നിങ്ങൾ ഓൾ ഇന്ത്യ ആയിട്ട് എത്തിച്ചു തരുന്നത് കേട്ടോ. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. എന്താവോ വെളിച്ചം മങ്ങിയിട്ടാ തോന്നുന്നു. എനിക്ക് അങ്ങോട്ടേക്ക് തൃപ്തിയാവുന്നില്ല, നിങ്ങൾ തൃപ്തിയായി എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഏതായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ ഇനി ഈ ഒരു 2025 എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്നെ ഉൾപ്പെടുത്തണമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ബൈ.